സക്കറിയ അദ്ധ്യായം 9. ജനതകൾക്ക് ശിക്ഷ. അരുളപ്പാട്. കർത്താവിൻ്റെ വചനം ഹദ്രാക്ക് ദേശത്തിനെതിരെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദമാസ്കസിൻ്റെ മേൽ പതിക്കും. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെപ്പോലെ തന്നെ ആരാമിൻ്റെ നഗരങ്ങളും കർത്താവിൻ്റേതാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഹമാത്തും കൗശലമേറിയതെങ്കിലും ടയറും സീദോനും കർത്താവിൻ്റെ തന്നെ. ടയർ ഒരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും തെരുവിലെ ചെളി പോലെ സ്വർണവും കൂന കൂടി. എന്നാൽ കർത്താവ് അവളുടെ സമ്പത്ത് അപഹരിക്കും, അവളുടെ ധനം കടലിലെറിയും, അവളെ അഗ്നി വിഴുങ്ങും. അഷ്കലോൺ അത് കണ്ട് ഭയപ്പെടും. ഗാസ കഠിനവേദനയാൽ പുളയും. ആശ തകർന്ന എക്രോണിനും ഇത് തന്നെ സംഭവിക്കും. ഗാസയിൽ രാജാവില്ലാതാകും, അഷ്കലോൺ വിജനമാകും. അഷ്ദോദിൽ ഒരു സങ്കരജാതി പാർക്കും. ഫിലിസ്ത്യരുടെ അഹങ്കാരത്തിന് ഞാൻ അറുതി വരുത്തും. അവർ ഇനിമേൽ രക്തവും മ്ലേച്ഛ മാംസവും ഭക്ഷിക്കുകയില്ല. അവരും നമ്മുടെ ദൈവത്തിൻ്റെ അവശിഷ്ട ജനമാകും. അവർ യൂദായിലെ ഒരു കുലത്തെ പോലെയാകും, എക്രോൺ ജബൂസ്യരെ പോലെയാകും. വരാനിരിക്കുന്ന രാജാവ്. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. യൂദായെ ഞാൻ എൻ്റെ വില്ലായി കുലച്ചിരിക്കുന്നു. എഫ്രായിമിനെ അസ്ത്രമായി അതിൽ തൊടുത്തിരിക്കുന്നു. സിയോനെ, നിന്റെ പുത്രന്മാരെ ഞാൻ ഗ്രീസിൻ്റെ പുത്രന്മാരുടെ നേരെ ചുഴറ്റും. നിന്നെ യോദ്ധാവിൻ്റെ വാൾ പോലെ വീശും. കർത്താവ് അവർക്കെതിരെ പ്രത്യക്ഷനാകും. അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ പായും. ദൈവമായ കർത്താവ് കാഹളം മുഴക്കുകയും തെക്കൻ ചുഴലിക്കാറ്റുകളിൽ മുന്നേറുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് അവർക്ക് സംരക്ഷണം നൽകും. അതുകൊണ്ട് അവർ കവണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടിമെതിക്കുകയും ചെയ്യും. അവർ വീഞ്ഞെന്ന പോലെ രക്തം കുടിച്ച് കുടമെന്ന പോലെ നിറയും. ബലിപീഠത്തിൻ്റെ കോണുകളിൽ എന്ന പോലെ കുതിരും. അന്ന് അവരുടെ ദൈവമായ കർത്താവ് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തെ രക്തങ്ങളെന്ന പോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും. അത് എത്ര ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും. ഞാൻ അപ്പോൾ ധാന്യം യുവാക്കളെയും പുതുവീഞ്ഞ് യുവതികളെയും പുഷ്ടിപ്പെടുത്തും. സക്കറിയ അദ്ധ്യായം 10. രക്ഷയുടെ വാഗ്ദാനം. വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. കുലവിഗ്രഹങ്ങൾ വിഡ്ഢിത്തം പുലമ്പുന്നു. ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു. സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പീഡനമേറ്റ് അലയുന്നു. ഇടയന്മാരുടെ നേരെ എൻ്റെ കോപം ജ്വലിച്ചിരിക്കുന്നു. നേതാക്കന്മാരെ ഞാൻ ശിക്ഷിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ അജഗണത്തെ യൂദാഭവനത്തെ പരിപാലിക്കുന്നു. അവിടുന്ന് അവരെ ഉദ്ധിതമായ പടക്കുതിരയാക്കും. അവരിൽ നിന്ന് മൂലക്കല്ലും കൂടാരക്കുറ്റിയും പുറപ്പെടും. പടവില്ലും രാജാക്കന്മാരും അവരിൽ നിന്ന് വരും. ശത്രുക്കളെ തെരുവിലെ ചെളിയിൽ ചവിട്ടി അരയ്ക്കുന്ന യുദ്ധവീരന്മാരെ പോലെ ആയിരിക്കും അവർ. കർത്താവ് കൂടെയുള്ളതുകൊണ്ട് അവർ യുദ്ധം ചെയ്ത് കുതിരപ്പടയാളികളെ സംഭ്രാന്തരാക്കും. ഞാൻ യൂദാ ഭവനത്തെ ബലപ്പെടുത്തുകയും ജോസഫിൻ്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യും. അവരുടെ മേൽ അലിവ് തോന്നി ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ലാത്തവരെ പോലെ ആയിരിക്കും അവർ. ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ അവർക്ക് ഉത്തരമരുളും. എഫ്രായിം വീരയോദ്ധാവിനെ പോലെയാകും. വീഞ്ഞുകൊണ്ടെന്ന പോലെ അവരുടെ ഹൃദയം ആനന്ദിക്കും. അവരുടെ മക്കൾ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം കർത്താവിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. ഞാൻ അവരെ അടയാളം നൽകി ഒരുമിച്ച് കൂട്ടും.
ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുന്നു. അവർ പണ്ടത്തെ പോലെ അസംഖ്യമാകും. ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചെങ്കിലും വിദൂരദേശങ്ങളിൽ അവർ എന്നെ അനുസ്മരിക്കും. അവർ മക്കളോടുകൂടെ ജീവിക്കുകയും തിരിച്ചു വരികയും ചെയ്യും. ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. അസീറിയയിൽ നിന്ന് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ഞാൻ അവരെ ഗിലെയാദിലേക്കും ലെബനോനിലേക്കും കൊണ്ടുവരും. അവിടെ ഇടമില്ലാതെയാകും. അവർ ഈജിപ്ത് കടലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓളങ്ങളെ അടിക്കും. നൈലിൻ്റെ ആഴങ്ങൾ വറ്റിപ്പോകും. അസീറിയയുടെ അഹങ്കാരം ശമിക്കും. ഈജിപ്തിൻ്റെ ചെങ്കോൽ നീങ്ങിപ്പോകും. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും. അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. കർത്താവ് അരുളിച്ചെയ്യുന്നു. സക്രിയ അധ്യായം 11. ലെബനോനെ, നിന്റെ വാതിലുകൾ തുറക്കുക. അഗ്നി നിന്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. സരളവൃക്ഷമേ, വിലപിക്കുക. ദേവദാരു നിബദിച്ചു, വിശിഷ്ടവൃക്ഷങ്ങൾ നശിച്ചു. ബാഷാനിലെ കരിവേലകമേ, വിലപിക്കുക. നിബിഡവനങ്ങൾ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു. ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു. അവരുടെ മഹത്വം അഹങ്കരിക്കപ്പെട്ടു. ഇതാ സിംഹങ്ങൾ ഗർജിക്കുന്നു. ജോർദാൻ വനം ശൂന്യമായിരിക്കുന്നു. 2 ഇടയന്മാർ. എൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആടുകളുടെ ഇടയനാവുക. വാങ്ങുന്നവർ അവയെ കൊല്ലുന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. അവയെ വിൽക്കുന്നവർ പറയുന്നു, കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ധനികനായി, സ്വന്തം ഇടയന്മാർക്ക് പോലും അവയോട് കരുണയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, ദേശത്ത് വസിക്കുന്നവരുടെ മേൽ ഇനി ഞാൻ കരുണ തോന്നുകയില്ല. ഞാൻ അവരോരോരുത്തരെയും താന്താങ്ങളുടെ ഇടയൻ്റെയും രാജാവിൻ്റെയും പിടിയിൽ അകപ്പെടാൻ ഇടയാക്കും. അവർ ഭൂമിയെ ഞെരുക്കും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ആരെയും രക്ഷിക്കുകയില്ല. ഞാൻ ആടുവ്യാപാരികൾക്ക് വേണ്ടി കൊലയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ആടുകളുടെ ഇടയനായി ഞാൻ 2 വടിയെടുത്തു. ഒന്നിന് കൃപയെന്നും രണ്ടാമത്തേതിന് ഐക്യമെന്നും പേരിട്ടു. ഞാൻ ആടുകളെ മേയിച്ചു. 1 മാസത്തിനുള്ളിൽ ഞാൻ 3 ഇടയന്മാരെ ഓടിച്ചു. ഞാൻ അവയെ കൊണ്ടുമടുത്തു. അവയ്ക്ക് എന്നോടും വെറുപ്പായി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയനായിരിക്കുകയില്ല. മരിക്കാനുള്ളത് മരിക്കട്ടെ, നശിക്കാനുള്ളത് നശിക്കട്ടെ, ശേഷിക്കുന്നവ പരസ്പരം വിഴുങ്ങട്ടെ. ഞാൻ കൃപ എന്ന വടി എടുത്തൊടിച്ചു. അങ്ങനെ സകല ജനതകളുമായി ചെയ്ത ഉടമ്പടി ഞാൻ അസാധുവാക്കി. അന്ന് തന്നെ അത് അസാധുവായി. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആടുവ്യാപാരികൾ അത് കർത്താവിൻ്റെ വചനമാണെന്ന് അറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ കൂലി തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അവർ എൻ്റെ കൂലിയായി 30 ഷെക്കൽ തൂക്കിത്തന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. അവർ എനിക്ക് മതിച്ച നല്ല വില. ഞാൻ ആ 30 ഷെക്കൽ വെള്ളി കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ടു. പിന്നെ ഞാൻ ഐക്യം എന്ന വടി ഒടിച്ചു. ഞാൻ ഇസ്രായേലും യൂദായും തമ്മിലുള്ള സാഹോദര്യം അവസാനിപ്പിച്ചു. കർത്താവ് എന്നോട് കൽപ്പിച്ചു, നീ ഇനി നീചനായ ഒരിടയൻ്റെ വേഷമെടുക്കുക. ഞാൻ ദേശത്തേക്ക് ഒരിടയനെ അയക്കും. അവൻ നശിക്കുന്നവയെ രക്ഷിക്കുകയോ വഴിതെറ്റിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ സുഖപ്പെടുത്തുകയോ ആരോഗ്യമുള്ളവയെ പോഷിപ്പിക്കുകയോ ചെയ്യാതെ കൊഴുത്തവയുടെ മാംസം തിന്നുന്നു, കുളമ്പ് പോലും പറിച്ചെടുക്കുന്നു. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന എൻ്റെ നീചനായ ഇടയന് ദുരിതം. വാൾ അവൻ്റെ കൈ ഛേദിക്കട്ടെ, വലത്ത് കണ്ണ് ചൂഴ്ന്നെടുക്കട്ടെ. അവൻ്റെ കൈ പൂർണ്ണമായും ശോഷിച്ചു പോകട്ടെ, അവൻ്റെ വലത്ത് കണ്ണ് തീർത്തും അന്ധമാകട്ടെ. സക്രിയ അധ്യായം 12. ജെറുസലേമിന് വാഗ്ദാനം. അരുളപ്പാട്. ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ അരുളപ്പാട്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യനെ പ്രാണനെ അവൻ്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിനെയും യൂദയായെയും ആക്രമിക്കാൻ വരുന്ന ചുറ്റുമുള്ള ജനതകൾക്ക് ജെറുസലേമിനെ ഞാൻ ഒരു പാനപാത്രമാക്കാൻ പോകുന്നു. അവർ അതിൽ നിന്ന് കുടിച്ച് വേച്ചു വീഴും. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും. അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരപ്പടയാളികൾക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ ഞാൻ അന്തമാക്കുന്ന അന്ന് യൂദാഭവനത്തെ ഞാൻ കടാക്ഷിക്കും. യൂദായുടെ കുലങ്ങൾ പറയും, ജെറുസലേം നിവാസികൾക്ക് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ശക്തി ലഭിക്കുന്നു. അന്ന് ഞാൻ യൂദായുടെ കുലങ്ങളെ വിറകിന് നടുവിലിരിക്കുന്ന ജ്വലിക്കുന്ന കനൽ നിറച്ച ചട്ടി പോലെയും
കറ്റകൾക്ക് നടുവിൽ പന്തമെന്ന പോലെയുമാക്കും. അവർ ചുറ്റുമുള്ള ജനതകളെ മുഴുവൻ സംഹരിക്കും. ജെറുസലേമിൽ അപ്പോഴും നിവാസികളുണ്ടായിരിക്കും. ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മഹത്വം യൂദായുടെ മേൽ ഉയരാതിരിക്കേണ്ടതിന് കർത്താവ് ആദ്യം യൂദായുടെ നഗരങ്ങൾക്ക് വിജയം നൽകും. അന്ന് ജെറുസലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിലെ ഏറ്റവും ദുർബലനായവൻ അന്ന് ദാവീദിനെ പോലെയാകും. ദാവീദ് ഭവനം ദൈവത്തെ പോലെ, കർത്താവിൻ്റെ ദൂതനെ പോലെ അവരെ നയിക്കും. അന്ന് ഞാൻ ജെറുസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ ഞങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതിയെന്ന പോലെ അവർ കരയും. ആദ്യജാതനെ പ്രതിയെന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അന്ന് ഹദ്ദിം റിമ്മോനെ പ്രതി മെഗിദോ സമതലത്തിനുണ്ടായ വിലാപം പോലെ ജെറുസലേം വിലപിക്കും. ദേശത്തെ ഓരോ ഭവനവും പ്രത്യേകം വിലപിക്കും. ദാവീദ് ഭവനവും അവരുടെ സ്ത്രീകളും, നാദാം ഭവനവും അവരുടെ സ്ത്രീകളും, ലേവി ഭവനവും അവരുടെ സ്ത്രീകളും, ഷിമയി ഭവനവും അവരുടെ സ്ത്രീകളും, മറ്റു ഭവനങ്ങളും അവരുടെ സ്ത്രീകളും പ്രത്യേകം വിലപിക്കും.